സൈക്കാട്രിക് മെഡിസിൻ കൊടുത്തേ ഞാൻ അവളെ വട്ടാക്കാൻ നോക്കിയില്ലേ. അതവൾ അറിഞ്ഞതു മുതൽ അവള് ഫൈറ്റ് തുടങ്ങി. അതിന്റെ സത്യാവസ്ഥ അവള് പ്രതാപനോട് തുറന്നു പറയുന്നേ. യാമിനി എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കാം. ആമേ, ഇപ്പൊ ഒരു ന്യൂസ് കിട്ടി. വലിയ മോൻ ആ സാന്ദ്രയ്ക്ക് ഫോൺ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. അച്ഛനും മകളും കൂടി ഓഫീസ് വിസിറ്റിംഗ്. മനസ്സിലായില്ല. മന്ത്രിയുടെ മിന്നൽ പരിശോധന എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അച്ഛൻ മകളുടെ ഓഫീസിൽ ഒരു മിന്നൽ ചെക്കിംഗ്. മകളും അച്ഛനും കൂടി ഓഫീസിലെത്തുമെന്ന് അച്ഛൻ സാന്ദ്രയോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. അത് കൊള്ളാലോ. പ്രതാപനെ മകളെ വിരട്ടാൻ പറ്റിയ എന്തെങ്കിലും കാര്യം കെട്ടിക്കാണും. അവൾ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് കാണും. അതായിരിക്കോ? അതായിരിക്കും, ഉറപ്പാ. അവളെ കോടികളുടെ ഫണ്ട് തിരിമറി നടത്തി കാണും. അതവൻ അറിഞ്ഞു കാണും, ഉറപ്പാ. ഇത് അറിയാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. നീയേ അവളുടെ ഓഫീസിൽ ചെല്ലണം. എന്റെ അമ്മേ, അവളുടെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒരു റീസണും ഇല്ലാതെ ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ സംശയിക്കില്ലേ? പണ്ട് മുതലേ ഞാൻ അവർക്കൊരു നോട്ടപ്പുള്ളിയാ. എന്നെ കണ്ടാലുടൻ അമ്മയുടെ ആങ്ങളെ തന്നെ എന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങും. നീ ഒരു കാര്യം ചെയ്. ഞാൻ തരുന്നൊരു ഫയല് ഓഫീസിൽ കൊടുക്കാനെന്ന വ്യാജേന നീ അവിടെ ചെന്നാ മതി. അത് വർക്കൗട്ട് ആവോ അമ്മേ? വർക്കൗട്ട് ആവാതിരിക്കാൻ എന്താ കാരണം? എന്റെ കമ്പനിയുടെ ഒരു കൊട്ടേഷൻ ഫയല് നീ അവിടെ കൊടുക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അത് കൊള്ളാം. സൂത്രത്തിലെ എല്ലാം മനസ്സിലാക്കി എടുക്കണം. എന്തിനാ അച്ഛനും മകളും കൂടി മകളുടെ ഓഫീസിലെത്തിയതെന്ന് വ്യക്തമായിട്ട് അറിയണം. ഫൈറ്റ് തുടങ്ങിയിട്ടേ കൊറേ നാളുകളായി. എന്നിട്ടും ആ ഋതികയും രാജുവിനെയും ഒരു മൂലക്കിരുത്താൻ പറ്റിയിട്ടില്ല. ഒരു തീപ്പൊരി എനിക്ക് കിട്ടിയാ മതി, അത് ഞാൻ കാട്ടുതീയാക്കി മാറ്റും. എങ്കിലേ ഞാൻ പോയിട്ട് വരാമേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അത് ശരി, 10ല് 10 പൊരുത്തമുണ്ടായിട്ടാ കീരിയും പാമ്പും പോലെ ഞാനും നീയും കൂടി കുറച്ചുനാള് ചീറി ചീറി നടന്നത്. അത് മനസ്സിൽ തട്ടിയുള്ള വഴക്കുമല്ലോ ആയിരുന്നു വേണുവേട്ടാ. എനിക്ക് വേണുവേട്ടനെ നന്നായിട്ട് അറിയാം. നമ്മൾ തമ്മിൽ വഴക്കിട്ടാലും അതൊരു വഴക്കേ അല്ലെന്ന്. ഇതിനാടി അഡ്ജസ്റ്റ്മെന്റ് വഴക്കെന്ന് പറയുന്നത്. ഞാനും നീയും പരസ്പരം സഹിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ലോ, രാധേ. സ്നേഹിച്ച് ജീവിക്കുന്നവരല്ലേ. അതാ അതിന്റെ കാരണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ആരോടും പരാതിയോ പരിഭവോ ഇല്ലാതെ ദൈവത്തിനോട് ഏതു നേരവും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. അതെ വേണുവേട്ടാ, എന്തൊരു സമാധാനം. ഇതെന്താ ഒരു കൊരവിടണേ? നിങ്ങക്കെന്ത് പറ്റി? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തോന്നി, അതുകൊണ്ടാ കുറവാക്കി ചെയ്തത്. ഒടുങ്ങുമ്പോഴും പരസ്പരം ചീത്ത വിളിച്ചോണ്ട് ഒടുങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 90-ാം വയസ്സിലും കോടതി കയറി ഇറങ്ങി വിവാഹമോചനത്തിൽ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഞാനും എന്റെ അങ്ങേരും തമ്മില് നിങ്ങളെ പോലെ ആയിരുന്നു. പിരിയുന്നത് വരെ ഒടുക്കത്തെ സ്നേഹമായിരുന്നു. അപ്പൊ മരിച്ചതല്ല, പിരിഞ്ഞതല്ലേ? അതെ, 3 കരതണ്ടി പളനിക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. അല്ല, ആ വഴി കാട് കയറി കാണും. അതെ, ഞങ്ങള് നല്ല മാതൃകാ ദമ്പതികളായിരുന്നു. ദിവസവും വൈകുന്നേരെ വീടിന്റെ അടുത്തുള്ള മൂദേവി പുഴയുടെ തീരത്ത് പോയിരിക്കും. മൂദേവി പുഴയോ? അല്ല, ആ പുഴയുടെ കൈവഴിക്കേ മൂദേവി പുഴ എന്നാ പറയുന്നത്. എന്നിട്ട് കഥ കേക്കട്ടെ. മൂദേവി പുഴയുടെ തീരത്ത് പോയിരുന്നിട്ട് മൂപ്പര് കടല, കപ്പലണ്ടി മുട്ടായി, അരിമുറുക്ക്, പപ്പടവട ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വരും. കളകളാ ഒഴുകുന്ന പുഴയുടെ തീരത്തിരുന്ന് ഞങ്ങള് കറുമുറ തിന്നും.
ഒരിക്കല് ഞങ്ങള് തമാശയും പറഞ്ഞിരിക്കുമ്പോഴ് മൂപ്പര് പുഴയിലങ്ങ് ഒഴുകി പോകുന്നത് ഞാൻ കണ്ട്. അയ്യോ എന്നിട്ട് ഞാൻ ചവിട്ടി പുഴയിലേക്ക് തള്ളിയെന്നാ മൂപ്പരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. മാതൃകാ ഭാര്യ ആയതുകൊണ്ട് നിങ്ങൾ തള്ളിയിട്ടതായിരിക്കും, അതിന് സംശയമില്ല. അല്ല പിന്നെ ഇങ്ങനെ കരയിൽ കയറി? അത് പിന്നെ ആരോ പുഴയിൽ മീൻ പിടിക്കാൻ വല വീശിയപ്പോ അതിൽ കുടുങ്ങി. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഇതെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അമ്മമ്മ അപ്പൂപ്പനെയും കണ്ട് ഡ്രസ്സ് മാറി നേരെ ഇങ്ങോട്ട് വന്നു. ആയിഷക്കുട്ടിക്ക് വെക്കേഷൻ അല്ലേ? എ സ്മോൾ വെക്കേഷൻ. എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, ഇടയ്ക്ക് പോണ്ടി വരും. ഷൂ പിന്നെ എക്സ്ട്രാ ക്ലാസ് പോയി പണി നോക്കാൻ പറ. അതെ, ഞങ്ങൾ ആരും ഈ എക്സ്ട്രാ ക്ലാസ്സിലൊന്നും പോകത്തില്ലായിരുന്നു. അതൊക്കെ അവിടെ നിക്കട്ടെ. ഞാൻ ക്ലാസ്സിന് പോണോ വേണ്ടേ എന്നുള്ളത് നെക്സ്റ്റ്. ഇപ്പോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഐഷമോള് ചോദിക്കേ. ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോ നിങ്ങൾ രണ്ടുപേരും വഴക്കായിരുന്നോ? അല്ല അത് എന്റെ അച്ഛന്റെ അമ്മയുടെയും പോലത്തെ വഴക്ക്. അല്ല മോളെ, അവരെ പോലെ നിങ്ങളും വഴക്ക് തുടങ്ങിയ ഞാൻ ആരോടും മിണ്ടില്ല. അയ്യോ ഐഷമോളെ, ഞങ്ങൾ തമ്മിൽ വഴക്കല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു? വഴക്ക് തന്നെയായിരുന്നു. അയ്യോ വഴക്കല്ല മോളെ, വഴക്കല്ല. ഇതിനെ സ്നേഹപ്രകടനം എന്നാ പറയുന്നത്. സ്നേഹപ്രകടനം അല്ല മേഡം? അയ്യേ, വൈഫിനെ മാഡം എന്നാ വിളിക്കുന്നേ?